ഇതിലായിരുന്നു, സൂപ്പറായിരുന്നു. മലയാളത്തിലെ ടോപ്പ് 10 പെർഫോമൻസസിൽ എടുത്തു കഴിഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ ഈ ഒരു മൂവിയിലെ പെർഫോമൻസ് വരും. സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കിടിലൻ മൂവിയാണ്. നല്ല ഫിലിമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഈ കഥേനെ പറ്റിയൊന്നും അറിയില്ല, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നന്നായിട്ട് എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അല്ല, അവിടെ ആക്ച്വലി ഞാൻ ഈ കഥ വായിച്ചിട്ടുണ്ട്. അപ്പം കഥയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി അവർ നന്നായിട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ഇങ്ങനൊരു സിനിമ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സിനിമ. അതിനകത്ത് എല്ലാ കാര്യങ്ങളും നല്ല ഇതാണ്. പൊതുവെ ഈ ഒരു സിനിമ വളരെ നല്ല രീതിയിൽ വിജയിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും. കാരണം ആ പുള്ളിയുടെ വേദന എത്രയുണ്ടെന്ന് നമുക്ക് ഈ സിനിമയിൽ ഇത്രയേ കാണിക്കുന്നുള്ളൂ. പക്ഷേ പുസ്തകത്തിൽ അതിനേക്കാളും കൂടുതലുണ്ട്. പക്ഷേ ഒറിജിനൽ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് ഈ സിനിമ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാവരും കാണണം. അടുത്തൊരു തലമുറയ്ക്ക് ഇതുപോലുള്ള ഓരോരുത്തരുടെ ജീവിതാനുഭവങ്ങൾ വളരെ നല്ലതായിരിക്കും. ഇത് കാണുക എന്നാണ്. പടം അടിപൊളിയാണ്. ബെസ്റ്റ് ആക്ടിംഗ് ആണ് പൃഥ്വിരാജ് സാറിൻ്റെ. അടിപൊളി ആക്ടിങ്. പിന്നെ ഓവറോൾ നല്ല മൂവിയാണ്. നോവൽ വായിച്ചവർക്ക് ഇതിൽ കൂടെ നല്ലപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഐ തിങ്ക് ഇത് വേൾഡ് നല്ല എല്ലാവർക്കും റീച്ച് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല മൂവി. വിഷ്വൽസ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും എല്ലാം, രാജേട്ടൻ്റെ അഭിനയമാണെങ്കിലും എല്ലാം നന്നായിരുന്നു. പൃഥ്വിരാജിനെ സമ്മതിക്കണം. ഇത്രയും വർഷം അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് ഇത്രയും ചെയ്തതിൽ ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. ബ്ലെസ്സിക്ക് ഈ പറയുന്ന ബ്ലെസ്സിയുടെ ഒരു സിനിമയും എനിക്ക് ഒന്നുകൂടെ കാണാനുള്ളൊരു ഇതില്ല. കാരണം ഇത് അതുപോലൊരു സിനിമയായിരുന്നു. ഇല്ല, ആ സിനിമ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വിഷ്വലി അതിനെ അങ്ങനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ അത്രയും കഥ പറഞ്ഞു പോകണം. ഇത് ഒബ്വിയസ്ലി ഒരു മരുഭൂമിയിലെ ഒരു കഥയാണ്. നമുക്കൊരിക്കലും അതിനെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണാൻ പറ്റുന്ന രീതിക്കൊന്നുമല്ല. കണക്റ്റ് ആവുന്നതിൻ്റെ അല്ല, ഇതൊരു ജീവിതം ഒരാൾ ജീവിച്ച് തീർത്ത കഥയാണ്, ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് കണക്റ്റ് ആകണം. കണക്റ്റ് ആകൂലേ, നോട്ട് മൈ കപ്പ് ഓഫ് ടീ അങ്ങനെയൊന്നുമല്ല, കണക്റ്റ് ആകണം. എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണേ. നല്ല പടമായിരുന്നു. കരയാനൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ കരയാനുണ്ട്. ഉള്ള നല്ല ഫീലും എല്ലാം നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്. പൃഥ്വിരാജ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അഭിനയമാണ്. പൃഥ്വിരാജിൻ്റെ നല്ല അഭിനയമാണ്. നല്ല മൂവി. സൂപ്പർ പടം. കൂടുതലൊന്നും പറയാനില്ല. അടിപൊളി പടം. കരയാണ്ടിറങ്ങാൻ ഭയങ്കര പാടം. അടിപൊളി പടം, ഒന്നും പറയാം. நல்லா இருந்துச்சு, சூப்பராக இருந்துச்சு. ஃபஸ்ட் ஹாஃப் கொஞ்சம் அப்படி ஸ்பீடாக போன மாதிரி இருந்துச்சு. செகண்ட் ஹாஃப் கொஞ்சம் ஸ்லோவாக இருந்துச்சு. പൃഥ്വിരാജ് ആക്ടിങ് ഓവറോൾ സൂപ്പറാக இருந்துச்சு. നല്ലതാണ്. ഇല്ല, അടിപൊളിയാണ്. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. നന്നായിട്ടുള്ളൊരു പടം. ബ്ലസ്സി സാറിൻ്റെ മൂവികളെല്ലാം കളിമണ്ണ് എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ ആ ഒരു ഇത് എന്താ പറയാൻ പറ്റില്ല. അത് ശരിക്കും നമുക്ക് ഇപ്പം പൃഥ്വിരാജിൻ്റെ ആ ഓരോ ഇതിലേക്ക് പോകുന്ന ആ മാറ്റങ്ങൾ, ഇപ്പം നാട്ടിലെ പൃഥ്വിരാജിനെ പെട്ടെന്ന് മരുഭൂമിയിലെ ഇതൊക്കെ കാണിക്കുമ്പം അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംവിധായകൻ്റെ ഒരു കഴിവ് തന്നെയാണത്. പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അവർ അഭിനേതാക്കളായാലും പൃഥ്വിരാജായാലും എല്ലാവരും നന്നായി ചെയ്തു. മീൻസ് എന്താണ്, ഈ പടത്തിനെക്കുറിച്ച് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. മീൻസ് അതിൻ്റെ അപ്പുറമാണ് പടം. അങ്ങനെ കുറവായിരിക്കില്ലേ.